മുല്ലപ്പെരിയാർ സുരക്ഷാ സമിതിയിലെ 2 കേരള ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടുത്തി. പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 7 സമിതി രൂപീകരിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 പേർ ഇതിൽ അംഗങ്ങളാണ്. ഇതിനെതിരെയാണ് തമിഴ്നാട്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തമിഴ്നാട് തിരുജില്ലയിലെ ലോവർ ക്യാമ്പിൽ സംഘമിസ്റ്റുകളും ലാൻഡ് ട്രേഡേഴ്സ് അസോസിയേഷനും ഉപരോധവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ കോർഡിനേറ്റർ അൻവർ ബാലസംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ലോവർ ക്യാമ്പിൽ പോലീസ് തടഞ്ഞോടെ കർഷക സംഘങ്ങൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട ഉപരോധത്തിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ஏற்கனவே முல்லைப்பெரியார் அணையில கேரளாவால தொடர்ந்து பிரச்சனைகள் நீடித்து வரக்கூடிய நிலையில இந்த 2 கேரள அதிகாரிகளும் இந்த பாதுகாப்பு கமிட்டிக்குள்ள வந்தா நாம எந்த வேலையும் செய்ய முடியாது. எந்த மராமத்து வேலைகள் நம்ம என்ன செய்ய முடியாது, பண்ண முடியாது. அதனால நாங்க என்ன சொல்றோம், தமிழக விவசாயிகள் குறிப்பாக 5 மாவட்ட விவசாயிகள் என்ன சொல்றோம், இந்த பாதுகாப்பு கமிட்டியிலிருந்து கேரளாவை சேர்ந்த 2 பேரை என்ன செய்யணும், உடனடியாக நீக்க வேண்டும். நீ ஜல்சக்தி துறையிலிருந்து ஆளை போட்டுக்கோ, நாங்க வேண்டாம்னு சொல்லல. ஆனால் கேரளத்து அதிகாரிகள் அந்த 7 பேர் கொண்ட கமிட்டியில் இருப்பதை நாங்கள் ஒருபோதும் ஏற்றுக்கொள்ள முடியாது. മുല്ലപ്പെരിയാർ സുരക്ഷാ സമിതിയിൽ നിന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു. ഇതിനു പുറമെ ബേബി ഡാമിലെ അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമായി നിൽക്കുന്ന 15 മരങ്ങൾ മുറിക്കാൻ അനുമതി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ, കുമളി.